സ്മൃതി, രാജി എന്നുള്ള കാര്യം KPCC പ്രസിഡന്റും തള്ളുന്നില്ല. അദ്ദേഹം പറയുന്നത് ഉചിതമായിട്ടുള്ള സമയത്ത് ആ തീരുമാനം നിങ്ങളെ അറിയിക്കും എന്നുള്ളത് മാത്രമാണ്. മുതിർന്ന നേതാക്കളും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടിയാലോചനകൾ പൂർത്തിയായിട്ടുണ്ട്. മുതിർന്ന നേതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. അതിനുശേഷം ആലോചിച്ച് ഒരു തീരുമാനം അറിയിക്കും. ആ തീരുമാനം നിങ്ങളുടെ അറിയിക്കേണ്ടുന്ന സമയത്ത് അറിയിക്കും എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം പ്രതികരണമായി നടത്തിയിട്ടുള്ളത്. എന്തായാലും രാജി എന്നുള്ള കാര്യം അദ്ദേഹം തള്ളുന്നില്ല. മറ്റ് നേതാക്കൾ, വനിതാ നേതാക്കളെല്ലാം തന്നെ രാജി ആവശ്യം ശക്തമാക്കുന്ന ഘട്ടത്തിൽ ആ കാര്യങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയാതെ തന്നെയാണ് ഇപ്പോൾ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരണം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഉചിതമായ സമയത്ത് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായാൽ നിങ്ങളെ അറിയിക്കും എന്ന് മാത്രമാണ്. അല്ലാതെ ഈ പുറത്തേക്ക് വന്ന വാർത്തകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ അദ്ദേഹം ഒരു പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം നടത്തുന്നില്ല. ഇരിട്ടിയിലെ സണ്ണി ജോസഫിൻ്റെ വീട്ടിൽ അദ്ദേഹം ഏറെ നേരമായി, ഏകദേശം ഒരു 1.5 മണിക്കൂർ സമയമായി ഇവിടെ വീട്ടിൽ തന്നെ തുടരുകയാണ്. ഒരുപാട് ഫോൺ കോളുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില സംഭാഷണങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമൊക്കെ പൂർത്തിയാക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും രാജി എന്നുള്ള കാര്യം തള്ളാതെ തന്നെയാണ് ഇപ്പോൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും രാജി പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. രാജി ഉടൻ ഉണ്ടാവും എന്നുള്ള സൂചനകൾ തന്നെയാണ് KPCC അധ്യക്ഷൻ്റെ പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. മുതിർന്ന നേതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശയം വിനിമയം നടത്തുന്നു എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ ആ പ്രതികരണത്തിലൂടെ സ്ഥിരീകരിക്കുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കൾ രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ പറയുന്ന രീതിയിൽ പരസ്പരമുള്ള സംഭാഷണങ്ങളും പരസ്പരമുള്ള കൂടിയാലോചനകളും ഒക്കെ നടക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ എന്നുള്ളതാണ് ഇപ്പോൾ രാജ്യസാധ്യത തള്ളാതെ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് സണ്ണി ജോസഫ് വീടിനകത്തേക്ക് കയറിപ്പോയിരിക്കുന്നത്. റോഷിബാലിലേക്ക് ആദ്യം. റോഷിബാൽ, ഇപ്പോൾ നേതാക്കൾ മുഴുവൻ പരസ്യമായി ഇതിനകം പ്രതികരിച്ചു കഴിഞ്ഞു. സണ്ണി ജോസഫ് വിട്ടുപറയുന്നില്ല എങ്കിലും രാജി ഉണ്ടാകും, അത് എപ്പോൾ എന്നതിന്റെ സൂചനകളുണ്ടോ? ഇനി ഏത് കൂടിക്കാഴ്ചകളും ഏത് ചർച്ചകളുമാണ് ബാക്കിയുള്ളത്? റോഷിബാൽ, സ്മൃതി, സംസ്ഥാന കോൺഗ്രസിലെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളുടെയും അഭിപ്രായം സണ്ണി ജോസഫ് തേടുകയാണ്. പ്രതിപക്ഷ നേതാവും നേതാക്കളുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. അതിനൊപ്പം ഹൈക്കമാൻഡ് തന്നെ നേരിട്ട് വിഷയത്തിൽ ഇടപെട്ടു. ഇപ്പോൾ ഉയർന്ന വിവാദങ്ങൾ, പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം MLA പദം എന്ന ആവശ്യം ശക്തമായ പശ്ചാത്തലത്തിൽ കൂടിയാണ് KC വേണുഗോപാൽ ദീപാദാസ് മുൻഷിയോട് പ്രധാനപ്പെട്ട നേതാക്കളുടെ അഭിപ്രായം തേടണമെന്ന നിർദ്ദേശം നൽകിയത്. മുൻ KPCC അധ്യക്ഷന്മാരുടെ അഭിപ്രായമാണ് ദീപാദാസ് മുൻഷി തേടുന്നത്. ഈ കാര്യം നേരിട്ട് KC വേണുഗോപാലിനെ തന്നെ ധരിപ്പിക്കും. സംസ്ഥാനത്തെ ഭൂരിഭാഗം നേതാക്കളും ഇപ്പോൾ MLA പദം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്ന അഭിപ്രായത്തിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭ തെരഞ്ഞെടുപ്പൊക്കെ മാസങ്ങൾക്കപ്പുറത്ത് വരുന്നുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ എതിരാളികൾക്ക് വലിയ രാഷ്ട്രീയ ആയുധമായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങൾ. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രയും പെട്ടെന്ന് MLA പദം രാജിവെച്ചില്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ വലിയ വെല്ലുവിളിയാകുമെന്ന് എന്ന സൂചനയും മുന്നറിയിപ്പുമാണ് നേതാക്കളൊക്കെ നൽകുന്നത്. പ്രത്യേകിച്ച് വനിതാ നേതാക്കളൊക്കെ പരസ്യമായി തന്നെ രാഹുലിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് ഇനി വൈകിപ്പിക്കരുത് എന്ന കർശനമായ നിലപാട് പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയും K മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ സ്വീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഏറെ താമസമുണ്ടാകില്ല. മുഴുവൻ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുടെ അഭിപ്രായം തേടേണ്ടതുണ്ട്. അത് രണ്ടുപേരും വിളിക്കണം. ആ വിളിക്കേണ്ട താമസം മാത്രമാണ്. അത് ഏകോപിപ്പിച്ച ഔദ്യോഗികമായി തന്നെ AICC നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞാൽ പിന്നാലെ AICC ആ തീരുമാനത്തിൽ സംസ്ഥാന നേതാക്കളുടെ അഭിപ്രായം, ഏകോപിപ്പിച്ചുള്ള അഭിപ്രായത്തിന് അനുകൂലമായ ഒരു തീരുമാനം എടുക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ശരി, നോബിൾ മാരിക്കാരനിലേക്ക്. നോബിൾ, AICC ഇപ്പോൾ KPCC പ്രസിഡന്റിന്റെ താല്പര്യം അറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്നുള്ളതാണ്. ഹൈക്കമാൻഡ് ഇപ്പോൾ എടുത്ത തീരുമാനം എന്നുള്ളത് രാഷ്ട്രീയകാര്യ സമിതിയിൽ ചർച്ച ചെയ്യട്ടെ എന്നുള്ളതാണ്. മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി എന്നുള്ള കാര്യം ഇപ്പോൾ കണ്ണൂരിൽ ഇരിട്ടിയിൽ നിന്നും സണ്ണി ജോസഫ് സമ്മതിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഡൽഹിയിൽ എന്ത് തരം ചർച്ചകളാണ് നടക്കാനിരിക്കുന്നത്? ആരിൽ നിന്നായിരിക്കും ആ പ്രഖ്യാപനം ഉണ്ടാവുക? സ്മൃതി, ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രധാനപ്പെട്ട KPCC അധ്യക്ഷൻ തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്ന അഭിപ്രായം ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഹൈക്കമാൻഡിനെ ആ അഭിപ്രായം അറിയിക്കുമ്പോൾ അതിനപ്പുറം മറ്റ് തീരുമാനങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റ് ചർച്ചകളിലേക്കോ പോകേണ്ടതില്ല എന്ന് വ്യക്തമാണ്. പക്ഷേ എങ്കിൽ പോലും ഹൈക്കമാൻഡ് പറയുന്നത് ഒരു റിപ്പോർട്ടായി തന്നെ സംസ്ഥാനത്ത് വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായാണ് രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കൾ അടക്കമുള്ള ആളുകളോട് ഇക്കാര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കാൻ നിർദ്ദേശം സണ്ണി ജോസഫിന് നൽകിയത്. KPCC നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് ആശയവിനിമയം നടത്തി ഒരു റിപ്പോർട്ട് എത്രയും വേഗം ഹൈക്കമാൻഡ് ഇന്ന് തന്നെ നൽകും. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചർച്ച ദീപാദാസ് മുൻഷിയും ഒപ്പം KC വേണുഗോപാലുമായി
സണ്ണി ജോസഫ് നടത്തും എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. അതിനു പിന്നാലെ രാജി ആവശ്യപ്പെടാനാണ് ഹൈക്കമാൻഡും ഒരുങ്ങുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഹൈക്കമാൻഡിലും ഇതിൽ മറ്റ് എതിരഭിപ്രായങ്ങൾ ഈ കാര്യത്തിൽ ഇല്ല എന്ന് ഉറപ്പാണ്. പ്രത്യേകിച്ച് ഈ ബ്രിജ്ഭൂഷൺ ശരത് സിംഗിന്റെ അടക്കം വിഷയങ്ങൾ, അതായത് ഗുസ്തി താരങ്ങൾക്കെതിരെ ലൈംഗിക പ്രശ്നങ്ങൾ അടക്കം ഉയർന്നപ്പോൾ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ MLA ഇപ്പോൾ സമാനമായി ഇത്തരത്തിൽ വിഷയങ്ങളിൽ പ്രതിയാവുകയും അല്ലെ അത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ആരോപണം നേടുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഇതിൽ മറ്റു തരത്തിലേക്ക് പോയി ചിന്തിക്കേണ്ട കാര്യം ഹൈക്കമാൻഡിനും ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ സംസ്ഥാനത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വ്യക്തമായിക്കൊണ്ട് കൃത്യമായി കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ആ റിപ്പോർട്ട് കൃത്യമായി തന്നെ ലഭിക്കേണ്ടതുണ്ട്. അത് ലഭിച്ചാൽ തന്നെ ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനത്തിലേക്ക് ഹൈക്കമാൻഡ് കടക്കും. രാജി തന്നെയാണ് ഹൈക്കമാൻഡിന് മുന്നിലുള്ള ഏക വഴി എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. നിലവിലുണ്ടായിരിക്കുന്ന ഈ വിവാദങ്ങൾ, അതോടൊപ്പം വിമർശനങ്ങൾ, അതോടൊപ്പം തന്നെ ദിനംപ്രതി ഉയർന്നു വരുന്ന ഈ വാർത്തകൾ എല്ലാം അവസാനിപ്പിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് രാജിയിലൂടെ കഴിയും എന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നു. ആ അടിസ്ഥാനത്തിൽ എന്താണെങ്കിൽ സംസ്ഥാന നേതൃത്വം നൽകുന്ന കൃത്യമായ നിർദ്ദേശം അത് കൃത്യമായി തന്നെ അതേപടി നടപ്പാക്കുകയായിരിക്കും ഒരുപക്ഷെ ഹൈക്കമാൻഡ് ചെയ്യുക എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ്, അതോടൊപ്പം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ, ഒപ്പം മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ, വനിതാ MLA മാർ, അതോടൊപ്പം വനിതാ നേതാക്കൾ അടക്കമുള്ള ആളുകളൊക്കെ കോൺഗ്രസിന്റെ അകത്ത് ഇതിനോടകം തന്നെ ശരി. രാഹുൽ